Hey guys, ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ KA Vlogs. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുക്കിംഗ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേര് എഗ് റോസ്റ്റ് കറി. നമ്മൾ വീഡിയോയിലേക്ക് എടുക്കാം. ഗൈസ്, ഇത് നമ്മുടെ കിച്ചണാണ്. ഇത് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ ഇൻഗ്രീഡിയൻസ്. ഗൈസ്, നമ്മൾ സ്റ്റവ് കത്തിക്കാം. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ഉള്ളി എടുക്കുക. പിന്നെ അതിനകത്തോട്ട് ഇത്തിരി എണ്ണ ഒഴിക്കാം. ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ കൂട്ടി വയ്ക്കുന്നേ ഉള്ളൂ. കുറച്ച് വെക്കാം. നമുക്ക് കടുകിടാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇത്തിരി ഇളക്കിയൊക്കെ കൊടുക്കും. നമ്മുടെ ആ മണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ഇടാം. 2 പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇതിൻ്റെ ആ മണം കൂടെ പോയിട്ട് നമുക്ക് ഉള്ളി ഇടാം. നമ്മുടെ ആ മണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ഞാൻ തന്നെയാണ് കരിഞ്ഞ് കേട്ടോ. നമ്മൾ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും പച്ചമുളകും എല്ലാം ഞാനായിരുന്നു. അപ്പം ഇതിൻ്റെ കളർ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഗായ്സ്, നമ്മളെ ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി ഇടാം. ഇതിനടുത്ത് 2 തക്കാളി എടുത്തിരിക്കുന്നു. ഇത് ഇത്തിരി ഇരിക്കാനായിട്ട് വരണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിനി ഉപ്പിടാം. ഇതിൻ്റെ 1/2 ടേബിൾ സ്പൂൺ. കുറച്ചും കൂടി ഇടാം. ഇനി കളർ കൊടുക്കാം. ഗായ്സ്, അപ്പം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത്ര ഒഴിച്ചാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്തിരി തിക്കാണ്, ഗ്രേവി ഇത്തിരി തിക്കാണ്. ഗൈസ്, ഇത് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് നേരം ഇത്തിരി നേരം ഒന്ന് തിളപ്പിക്കാൻ പോകും.
കുറച്ച് നേരം ഇടുന്ന തണുക്കട്ടെ ഗൈസ്. അപ്പം അത് ഇത്തിരി നേരം ഇടുന്ന തണുക്കട്ടെ. നമ്മൾ മുട്ടയെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ എടുത്ത് ഇനി അതൊന്ന് കറക്കി കൊടുക്കാം. ആ സാധനം പാത്രത്തിൽ പിടിക്കട്ടെ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മുട്ട എടുക്കണം. മുട്ട ഞാനിപ്പോൾ എടുക്കുന്നത് താറാമുട്ടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട എടുക്കാം. ഗൈസ്, അപ്പം നമ്മൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇടിച്ച് കയറണം. പിന്നെ ഇത് നമ്മൾ കത്തിച്ചിട്ട് നമ്മൾ നേരത്തെ എടുക്കാൻ ഗ്രേവി എടുത്ത് ഇങ്ങോട്ട് വെക്കാം. നമ്മളിത് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് തിളച്ച വരവാണ്, ചൂടായ വരവാണ്. അപ്പം ഈ മുട്ട എടുത്ത് നമ്മൾ അങ്ങോട്ടിടാം, കറിക്കകത്തോട്ടിടാം. നമ്മളിത് കുഴിക്കണം, ഇതുകൊണ്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ നോക്കുന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിനകത്തോട്ട് സോസൊക്കെ ഇടണം. ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് വയ്ക്കാം. പിന്നെ കുറച്ച് സോയാ സോസും. അത് കുറച്ച് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ തീ ഓഫ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. കറി അടിപൊളിയായിരുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു KA വ്ളോഗ്സ്. ഇനി പുതുപുത്തൻ വീഡിയോസുമായി വരുന്നവരെ ബൈ.